السلام عليكم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان أعوذ بكلمات الله التامات من كل شيطان وهمة ومن كل عين لامة. സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരുടെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി നൽകണേ അല്ലാ, നീ ഹാസിലാക്കി നൽകണേ അല്ലാ. അവർ കമന്റ് ബോക്സിൽ ദുആ വസിയത്തുകൾ അറിയിച്ചവർ, വാട്സപ്പിൽ ദുആ വസിയത്തുകൾ അറിയിച്ചവർ, വിളിച്ചു ദുആ വസിയത്തുകൾ അറിയിച്ചവർ, നേരിട്ട് വന്ന് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും നേരിട്ട് വന്ന് ദുആ വസിയത്തുകൾ അറിയിച്ചവർ, അർഹമുർ റഹീമീനായ അല്ലാഹ് അവരെ സകലമായ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. അവരെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. നീ പൂവണിച്ചു കൊടുക്കണേ അല്ലാഹ്. നീ പൂവണിച്ചു കൊടുക്കണേ അല്ലാഹ്. നമ്മുടെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്നവർ, ഇതിൻ്റെ പ്രചാരകർ, ഇതിൻ്റെ ഖാദിമീങ്ങൾ, ഈ മജ്ലിസിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നവർ, അല്ലാഹുവേ അവരെ പ്രയാസങ്ങളെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അവരെ ബുദ്ധിമുട്ടുകളെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അവരെ ഇടങ്ങേറുകളെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അവരെ മുസീബത്തുകളെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. എന്ത് ഉദ്ദേശം വെച്ചാണോ ഈ മജ്ലിസ് കാണുന്നത്, അല്ലാഹുവേ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. നീ സഫലീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഈ മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട്, ഞങ്ങളുടെ ഉപ്പാപ്പമാരുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അവരെ പ്രയാസങ്ങളെ പരിപൂർണ്ണ നിലക്ക് നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. സലാമത്ത് നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ സയ്യിദിയ മജ്ലിസിൽ ചർച്ച ചെയ്യുന്നത്, ഇന്ന് ഞാൻ നിലകൊള്ളുന്നത് പവിത്രമാക്കപ്പെട്ട മിഅ്റാജ് രാവിലാണ്. മിഅ്റാജ് രാവിലാണ് ഇൻഷാ അല്ലാഹ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. റജബ് 26-ാം ദിനവും റജബ് 27-ന്റെ രാവിലുമാണ് ഇൻഷാ അല്ലാഹ് ഞാനും നിങ്ങളും എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ നിലകൊള്ളുന്നത്. ഈ റജബ് 27-ാം രാവിലെ ചൊല്ലേണ്ട ഒരു 4 കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ റജബ് 27-നെ എങ്ങനെ നമുക്ക് സ്വാഗതം ചെയ്യാം, അതിൻ്റെ തസ്ബീഹ് എന്താണ്, ഏത് നിലക്കാണ് സ്വാഗതം ചെയ്യേണ്ടത്, ആ ഒരു ദിക്ർ ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. രണ്ടാമതായിട്ട്, ഹബീബായ തങ്ങൾക്ക് ഏഴാനാകാശത്ത് നിന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പകർന്നു നൽകിയ ഉമ്മത്തിന് പഠിപ്പിച്ച് പകർന്നു നൽകിയ ഉമ്മത്തിനോട് ചൊല്ലാൻ പറഞ്ഞ, നബിയേ അങ്ങയുടെ ഉമ്മത്ത് ഇത് ചൊല്ലട്ടെ, എന്നിട്ട് സ്വർഗത്തിൽ ഒരു സീറ്റ് ഉറപ്പിക്കട്ടെ. ഇത് ചൊല്ലിക്കൊണ്ട്, ഈ രാവിലെ ഇത് ചൊല്ലിക്കൊണ്ട് അവര് സീറ്റ് ഉറപ്പിക്കട്ടെ സ്വർഗത്തിൽ എന്ന് പറഞ്ഞ ആ ദിക്ർ, പവർഫുൾ ആയിട്ടുള്ള ഹബീബായ തങ്ങൾക്ക് ഏഴാനാകാശത്തു നിന്നും മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പകർന്നു നൽകിയ ദിക്ർ ഏതാണ്, ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. പിന്നെ സ്വർഗം കൊണ്ട് ചോദിക്കുന്ന ദിക്ർ, നരകം കൊണ്ട് കാവൽ തേടുന്ന ദിക്ർ, ഇൻഷാ അല്ലാഹ് ഈ 4 കാര്യങ്ങളാണ് ഇന്നത്തെ രാവിലെ നമ്മൾ ചൊല്ലേണ്ടത്.
ഈ 4 കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാവിലെ നമ്മൾ ദായിമാക്കേണ്ടത്. അല്ലാഹുവേ നീ ഭാഗ്യം നൽകണേ അല്ലാ, നീ ഭാഗ്യം നൽകണേ അല്ലാ. അതിന് മുമ്പ് ഈ റജബിൽ നമ്മൾ ദുആ ചെയ്യേണ്ട ദുആ നമുക്ക് കൂട്ടമായി ദുആ ചെയ്തിട്ട് ബാക്കിയുള്ള വിഷയങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم بارك لنا رجب وشعبان وبلغنا رمضان ووفقنا فيها للصيام والقيام وتلاوة القرآن. അല്ലാഹുവേ ഈ റജബിലും ശഅബാനിലും അല്ലാഹ് ഞങ്ങൾക്ക് നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. വിശുദ്ധമാക്കപ്പെട്ട റമളാനിനെ ഞങ്ങളിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്, നീ എത്തിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് അത്രയും മഹത്താക്കപ്പെട്ട രാവിലാണ് എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. മഹത്വങ്ങളേറെ നിറഞ്ഞ ഒരു രാവിലാണ് എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. മഹത്വങ്ങളേറെ നിറഞ്ഞ രാവ്. എന്താണ് ഈ രാവിൻ്റെ പ്രത്യേകത? എന്താണ് ഇസ്റാ മിഅ്റാജ്? മുന്നേയുള്ള മജ്ലിസിൽ ഞങ്ങളത് വിശദീകരിച്ചതാണ്, എല്ലാവർക്കും അറിയുന്നതാണ് അതിൻ്റെ ചരിത്രങ്ങൾ. ഇസ്റാ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്നും ഹബീബായ തങ്ങളെ ജിബ്രീലിന്റെ കൂടെ ബുറാഖ് എന്ന വാഹനത്തിൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക്, ഇന്ന് ഫലസ്തീനിൽ കാണുന്ന ബൈത്തുൽ മുഖദ്ദസിലേക്ക് ജിബ്രീലിനോട് കൂടെ സഞ്ചരിച്ച യാത്രക്കാണ് ഇസ്റാ എന്ന് പറയുക. അതൊരു ചതുര രീതിയിലാണ് ഈ യാത്ര സംഭവിച്ചത്. ഞാൻ പറഞ്ഞു തരാം. അതായത് മക്കയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഇസ്റാ, അവിടെ നിന്നും ഹബീബായ തങ്ങള് ഈ ഏഴാനാകാശത്തേക്ക് അള്ളാഹുവിൻ്റെ സമ്മതം തേടി പോയ യാത്രക്കാണ് മിഅ്റാജ് എന്ന് പറയാം. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് എവിടേക്കെത്തി? തിരിച്ച് മക്കയിലേക്കെത്തി. ഒരു രാത്രി ശ്രദ്ധിച്ചോ, ഈ കാര്യം ശ്രദ്ധിച്ചോ. ഒരു രാത്രിയെ മൂന്നായി ഭാഗിച്ചാൽ, ആ അതിൽ ഒരു സമയം കൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് ഈ 3 സ്ഥലങ്ങൾ കണ്ട് മടങ്ങിയത്. അതായത് ബൈത്തുൽ മുഖദ്ദസിൽ പോയി, അള്ളാഹുവിൻ്റെ റസൂല് ബൈത്തുൽ മുഖദ്ദസിലെത്തി, എല്ലാ അമ്പിയാക്കളോടുകൂടെയും നിസ്കരിച്ച് അള്ളാഹുവിൻ്റെ റസൂല് അതിന് ഇമാമായി നിന്ന് അള്ളാഹുവിൻ്റെ റസൂല് എല്ലാവർക്കും വേണ്ടി ഇമാമായി നിന്ന് നിസ്കരിച്ച്, എന്നിട്ട് ഒരു പാറയുടെ മുകളിൽ നിന്ന്, ഇപ്പോഴും ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയവർക്കറിയാം, ഒരു പാറയുടെ മുകളിൽ നിന്ന് ജിബ്രീലിനോടുകൂടി ബുറാഖ് എന്ന വാഹനത്തിൽ സഞ്ചരിച്ചു. ബുറാഖിനെ കെട്ടിയിട്ട ഭാഗമൊക്കെ ബൈത്തുൽ മുഖദ്ദസിൽ ഇപ്പോഴും നമുക്ക് കാണാൻ സാധ്യമാകും. ആ ബുറാഖിന്റെ വേഗത എത്രയാണ്? ബുറാഖിന്റെ വേഗത എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രമാത്രം നമുക്ക് ദൂരം നിന്ന് കാണാൻ പറ്റുമോ അത്രയും അവിടെയാണ് ആ ബുറാഖിന്റെ അടുത്ത സ്റ്റെപ്പ് ഇടല്. മനസ്സിലായോ നിങ്ങൾക്ക്? കാരണം കണ്ണുകൊണ്ട് കാണുന്ന അവിടെയായിരിക്കും അടുത്ത കാല് പതിക്കുക. അങ്ങനെയാണ് ബുറാഖിന്റെ സഞ്ചാരം. അത്രയും വേഗത്തിലാണ് ബുറാഖ് എന്ന വാഹനത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഏഴാനാകാശത്തേക്ക് പോയത്. ഇതിനെയാണ് ഇസ്റാ മിഅ്റാജ് എന്ന് പറയുന്നത്. ഒരു രാത്രിയുടെ 1/3 ഭാഗം കൊണ്ടാണ് ഇതെല്ലാം കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടേക്ക് എത്തിയത്? മക്കയിലേക്ക് തിരിച്ചെത്തിയത്. എന്തിനായിരുന്നു ഈ യാത്ര? ഹബീബായ തങ്ങളുടെ പ്രിയപത്നി ഖദീജ, ഖദീജ ബീവി, റസൂലുള്ളാഹിന്റെ താങ്ങും തണലുമായിരുന്നു ഖദീജ റളിയല്ലാഹു തആല അൻഹ. എല്ലാം കൊണ്ടും റസൂലുള്ളാഹി സങ്കടപ്പെടുമ്പോഴും റസൂലുള്ളാഹിനെ കൂടെ നിർത്തിയത്, ഒരു ഉമ്മയുടെ വാത്സല്യത്തിൽ റസൂലുള്ളാഹിനെ കൂടെ ചേർത്ത് പിടിച്ചത് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ, പ്രിയ പത്നി. എല്ലാം കൊണ്ട് റസൂലുള്ളാഹിക്ക് എല്ലാം കൊണ്ടും ഒരു താങ്ങും തണലുമായിരുന്നു ഖദീജ റളിയല്ലാഹു തആല അൻഹ. അതല്ലേ ഖദീജ ബീവി ദീനിന് വേണ്ടി തൻ്റെ സമ്പത്ത് മുഴുവനും ചെലവഴിച്ചു.
ദീൻ വളരാൻ വേണ്ടി അവിടെയും റസൂലുള്ളാഹിക്ക് ഒരു താങ്ങായി നിന്നത് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിറാ ഗുഹയിൽ നിന്നും വഹി എത്തിയ സമയത്ത് പേടിച്ച് വിറച്ച് ഖദീജ ബീവിയുടെ ചാരത്തെത്തിയപ്പോൾ സമ്മിലൂനി ഖദീജ, എന്നെ നിങ്ങൾ പുതപ്പണിക്കൂ ഖദീജ. അപ്പയും റസൂലുള്ളാഹിക്ക് ഒരു സാന്ത്വനമായി, ഒരു വാത്സല്യത്തിന്റെ വാക്കായി, ഒരു സമാധാനത്തിന്റെ വാക്കായി ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയാണ് എത്തിയത്. ആ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ വേർപിരിഞ്ഞു. മഹാനായ അബൂ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു കരാർ വന്നു. കരാർ വന്ന സമയത്ത് എന്താണ് ആ കരാർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിന് ഒന്നും കൊടുക്കരുത് എന്ന് എല്ലാം കൊണ്ടും നിഷേധിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കുടുംബവും മഹാനായ അബൂ ത്വാലിബും കൂടി എവിടെയാണ് താമസിച്ചത്? അബൂ ത്വാലിബിന്റെ മലഞ്ചെരുവ് എന്ന് അറിയപ്പെടുന്ന സ്ഥലം ഇപ്പോഴും നമുക്ക് മക്കയിൽ പോയാൽ കാണാം. ആ ഭാഗത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ത്വാലിബിന്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞുകൂടിയത്. എല്ലാം കൊണ്ടും ഒരു സംരക്ഷകനായിരുന്നു അബൂ ത്വാലിബ്, ഒരു വലങ്കൈയായിരുന്നു അബൂ ത്വാലിബ്. ആ അബൂ ത്വാലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയി. എല്ലാം കൊണ്ടും റസൂലുള്ളാഹി ഒറ്റപ്പെട്ടു പോയി എൻ്റെ മുഅ്മിനീങ്ങളെ. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനിന്റെ പ്രബോധനവുമായി എങ്ങോട്ട് പോയി? ത്വായിഫിലേക്ക് പോയ സമയത്ത് എല്ലാവർക്കും ചരിത്രമറിയാം. അവിടുന്ന് കല്ലേറുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരെ കല്ലെറിഞ്ഞു. രക്തം പൊട്ടി, രക്തം ഒലിക്കാൻ തുടങ്ങി. അപ്പോൾ ജിബ്രീൽ വന്നിട്ട് പറഞ്ഞത്, ഈ സമുദായത്തെ ഈ രണ്ട് മലകൾക്കിടയിൽ കൊണ്ട് ഞാൻ നശിപ്പിക്കട്ടെ നബിയെ. അപ്പോൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഒരിക്കൽ അവർ നന്നാവും ജിബ്രീലേ, ഒരിക്കൽ അവർ ദീൻ സ്വീകരിക്കും. പിന്നെ കണ്ടതെന്താണ്? അവർ ദീനിലേക്ക് കൂട്ടമായി വരികയാണ് പിന്നീട് നമ്മൾ കണ്ടത്. അവിടുന്ന് ഇത്തരം മർദ്ദനങ്ങളേറ്റ സമയത്തും ഹബീബായ തങ്ങൾ ഒറ്റക്കായിരുന്നു. അപ്പയും അല്ലാഹുവിന്റെ റസൂലിന് ഒരു സാന്ത്വനമായിട്ട്, ഒരു സമാധാനത്തിന്റെ വാക്കുമായി അള്ളാഹു പറഞ്ഞത് ഒരു കൂട്ടിപ്പിടിച്ചും ഒരു കൂട്ടി ഇണക്കി ചേർത്തതാണ് ഈ ഇസ്രാ മിഅ്റാജ് യാത്രയിലൂടെ. നബിയേ, അങ്ങ് ദുഃഖിക്കേണ്ട, അങ്ങേക്ക് ഞാനുണ്ട് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ചേർത്ത് പിടിച്ചൊരു യാത്രയാണ് ഇസ്രാ മിഅ്റാജ്. ആ സങ്കടങ്ങളും ആ പ്രയാസങ്ങളും അള്ളാഹു മറക്കാൻ കൊടുത്ത ഒരു സന്തോഷ യാത്രയാണ് ഇസ്രാ മിഅ്റാജ്. ഇതാണ് ഇസ്രാ മിഅ്റാജ്. അപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന് ഒരു സമ്മാനവും അള്ളാഹു ആകാശത്ത് നിന്ന് കൊടുത്ത്. എന്താണ് ആ സമ്മാനം? 50 വഖത്ത് നിസ്കാരം. ആ നിസ്കാരത്തിന്റെ ഒരു വാർഷികം കൂടിയാണ് ഇന്നത്തെ രാവിന്റെ മുഅ്മിനീങ്ങളെ. അപ്പോൾ ഈ രാവിന് ശ്രേഷ്ഠത ഉണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ രാവിലെ ഈ ദിക്റുകൾ ഞങ്ങൾ ചെല്ലണ്ടേ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ചിന്തിക്കണം. അപ്പം ഇത്രയും പവർഫുള്ളായിട്ടുള്ള രാവാണ് നിസ്കാരത്തിൻ്റെ വാർഷികം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനെ നേരിട്ട് കണ്ട് സംസാരിച്ച രാവ്. അള്ളാഹുവിൻ്റെ റസൂൽ എല്ലാ അമ്പിയാക്കളെയും നേരിട്ട് കണ്ട രാവ്, അവർക്ക് വേണ്ടി ഇമാമായി നിസ്കരിച്ച രാവ്. ഇത്രയും പുണ്യകരമായ നടന്ന രാത്രിയാണ് ഈ രാത്രി ഒരു നിസാരമായ ഒരു രാത്രിയാണോ എൻ്റെ മുഅ്മിനീങ്ങളെയല്ല. അതുകൊണ്ട് വലിയ ശ്രേഷ്ഠതയുണ്ട്. അതുകൊണ്ടാണ് ഈ രാത്രി അള്ളാഹു തെരഞ്ഞെടുക്കാനുള്ള കാരണം. എത്രയോ രാവുകളുണ്ട്, രാത്രികളുണ്ട്. അതൊന്നും തെരഞ്ഞെടുക്കാതെ ഈ 27-ാം രാവിൻ്റെ ഈ രാത്രി തന്നെ അള്ളാഹു തെരഞ്ഞെടുത്തത് അത്രയും മഹത്വം ഉണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഈ രാവിലെ നമ്മൾ ചൊല്ലേണ്ടത്, ഈ ദിക്റുകൾ നമ്മൾ ദായിമാക്കേണ്ടത്. എൻ്റെ മുഅ്മിനീങ്ങളെ, അള്ളാഹു 50 വഖത്ത് നിസ്കാരം സമ്മാനമായി കൊടുത്തു. പിന്നെ മൂസാ നബി അലൈഹിസ്സലാമിനെ കണ്ടു. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങളുടെ ഉമ്മത്തിന് ഈ 50 വഖത്ത് നിസ്കാരം നിസ്കരിക്കാൻ പറ്റൂല നബിയെ, കഴിയില്ല.
നിങ്ങൾ അള്ളാഹുവിനോട് ഒന്നും കൂടി കണ്ട് കുറയ്ക്കാൻ പറയണം. വീണ്ടും നബി അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോയി. പിന്നെ കുറച്ചത് 25 വക്കത്ത് 25 വക്കത്ത് ഒരിക്കലും കഴിയില്ല. പിന്നെ അത് കുറച്ച് 5 വക്കത്താക്കി ചുരുക്കി അത് തീർത്ത് ആ ഒരു നിസ്കാരമാണ് ഇൻഷാ അല്ലാഹ്. അതിൻ്റെ ഒരു വാർഷികമാണ് എൻ്റെ മുഅ്മിനീങ്ങളെ ഈ രാവ്. അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ കാര്യം ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കരുത്. എപ്പോഴും നമ്മൾ മജ്‌ലിസിൽ പറയുന്നതാണ്, നിസ്കാരം നിങ്ങൾ ഒഴിവാക്കരുത്. എന്നിട്ട് നിങ്ങൾ എന്ത് അമൽ, നിസ്കാരം ഒഴിവാക്കിയിട്ട് കടമാണ്, പ്രയാസമാണ്, വീട്ടിൽ ബുദ്ധിമുട്ടാണ്, ഇടങ്ങേറാണ് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അവൻ്റെ അടിസ്ഥാനം തന്നെ അവനക്കില്ല, ഫൗണ്ടേഷൻ ഇല്ല. പിന്നെ അതിലുള്ള കെട്ടിപ്പടുത്താൻ ബിൽഡിങ് റെഡിയാവോ? ഫൗണ്ടേഷൻ പോയി കഴിഞ്ഞാൽ ഇല്ല. അതുകൊണ്ട് അടിത്തറ നമ്മൾ ക്ലിയറാക്കണം. എൻ്റെ മുഅ്മിനീങ്ങളെ ക്ലിയറാക്കുക. അതുകൊണ്ട് നിസ്കാരം നമ്മൾ ഒരിക്കലും നമുക്ക് ഉപേക്ഷിച്ചുകൂടാ. തങ്ങളെ ക്ഷീണമാണ്, നിസ്കരിക്കാൻ തോന്നണം. അതൊന്നും ഒരു കാരണമല്ല എൻ്റെ മുഅ്മിനീങ്ങളെ, അതൊന്നും ഒരു കാരണമല്ല. നിസ്കാരം നമ്മൾ നിലനിർത്തണേ ഇൻഷാ അല്ലാഹ്. അതിൻ്റെ ഒരു വാർഷികം കൂടിയാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാവ്. ഏഴാനാകാശത്തേക്ക് അല്ലാഹുവിൻ്റെ റസൂൽ സഞ്ചരിക്കുമ്പോൾ കണ്ട നബിമാര്, ഒന്നാം ആകാശത്ത് നിന്ന് മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ, രണ്ടാം ആകാശത്ത് നിന്ന് കണ്ടത് മഹാനായ ഈസ നബി അലൈഹിസ്സലാം, യഹ്യാ നബി അലൈഹിസ്സലാം. മൂന്നാം ആകാശത്ത് കണ്ടത് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം. നാലാം ആകാശത്ത് കണ്ടത് മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാം. അഞ്ചാം ആകാശത്ത് കണ്ടത് ഹാറൂൻ നബി അലൈഹിസ്സലാം. ആറാം ആകാശത്ത് കണ്ടത് മഹാനായ മൂസ നബി അലൈഹിസ്സലാം. ഏഴാം ആകാശത്ത് നിന്ന് അല്ലാഹുവിൻ്റെ റസൂൽ കണ്ടത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് പകർന്നു കൊടുത്ത ദിക്ർ, ആ ദിക്റാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാനും ഇന്ന് നമ്മൾ ചൊല്ലാനും പോകുന്നു. അല്ലാഹുവേ, നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് അനുഗ്രഹിക്കണേ അല്ലാഹ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു സമ്മാനമായി കൊടുത്ത ദിക്ർ, നിങ്ങളുടെ ഉമ്മത്തിന് സ്വർഗ്ഗമുറപ്പിക്കാൻ ഒരു സമ്മാനമായി കൊടുത്ത ദിക്ർ ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ചൊല്ലണം, ഇന്ന് നമുക്ക് പഠിക്കണം. അല്ലാഹ്, നീ തൗഫീഖ് അനുഗ്രഹിക്കണേ അല്ലാഹ്, നീ ഭാഗ്യം അനുഗ്രഹിക്കണേ തമ്പുരാനെ. എന്തെല്ലാം കണ്ടിട്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ തിരിച്ചു വന്നത്? അല്ലാഹുവിനെ കണ്ടു, സ്വർഗം കണ്ടു, നരകം കണ്ടു, ലൗഹ കണ്ട്, അർശ് കണ്ട്, കുർസ് കണ്ട്. എന്നിട്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ എവിടേക്ക് എത്തിയത്? മക്കയിലേക്ക് തിരിച്ചെത്തിയത്. അപ്പോൾ ഇവിടെയുള്ള എല്ലാവരും പറഞ്ഞു, നബി പറഞ്ഞ്, ഞാൻ ഇന്നലെ ഏഴാകാശത്തേക്ക് പോയി അല്ലാഹുവിനെ കണ്ട് തിരിച്ചു വന്നു. എല്ലാവരും ആരും അത് ഉൾക്കൊണ്ടില്ല, വിശ്വസിച്ചില്ല, കളിയാക്കാൻ തുടങ്ങി. അപ്പോൾ കുറേ ആളുകൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, എൻ്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നലെ രാത്രി ഏഴാം ആകാശത്ത് പോയി അള്ളാഹുവിനെ കണ്ട് തിരിച്ചു വന്നെന്ന് പറയുന്നുണ്ട്. നീ അത് വിശ്വസിക്കുമോ? സദ്ദഖ്ത, ഞാനത് വിശ്വസിച്ചു. നബിയാണോ പറഞ്ഞത്? അല്ലാഹുവിൻ്റെ റസൂലാണോ പറഞ്ഞത്? സദ്ദഖ്ത, ഞാനത് വിശ്വസിച്ചു എന്നാണ് അബൂബക്കർ തങ്ങൾ പറഞ്ഞത്. അതുപോലെയാവണം നമ്മൾ എല്ലാ കാര്യങ്ങളിലും ഇൻഷാ അല്ലാഹ് നമുക്കൊരു വിശ്വാസത്തോടു കൂടി നിങ്ങളിത് ചൊല്ലുക. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇതാണ് ഇസ്റാ മിഅ്റാജ്. ഇന്നത്തെ രാവിൽ ചൊല്ലേണ്ട ദിക്ർ, നാളത്തെ പകലിൽ ഇൻഷാ അല്ലാഹ് നോമ്പ് അനുഷ്ഠിക്കണം. ഇന്നതിൻ്റെ നിയ്യത്തും കൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ മജ്‌ലിസിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അല്ലാഹുവേ, ഇബാദത്തുകൾ ചെയ്യാൻ, നോമ്പുകൾ അനുഷ്ഠിക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് അനുഗ്രഹിക്കണേ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് ആ ദിക്റിൻ്റെ മജ്‌ലിസിലേക്ക് പോകുന്നതിന് മുമ്പ്, ദിക്ർ പറയുന്നതിന് മുമ്പ്, അമലുകൾ പറയുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് ധാരാളം ആളുകളാണ് മജ്‌ലിസിലേക്ക് നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കുന്നത് പല ഭാഗങ്ങളിൽ നിന്ന്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കേരളത്തിനകത്തു നിന്നുള്ള ആളുകൾ, കർണാടക, തമിഴ്നാട് പോലുള്ള ഇതര സ്റ്റേറ്റുകളിൽ നിന്ന്, എൻ്റെ ദ്വീപിലുള്ള എൻ്റെ സഹോദരന്മാർ, എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ നിരന്തരം പല പ്രയാസവുമായി, ബുദ്ധിമുട്ടുമായി, എടങ്ങേറുമായി നമ്മളെ സമീപിക്കുന്നവർ, പരിഹാരങ്ങൾ തേടുന്നവർ, അവരൊക്കെ ചോദിക്കുന്നത്, പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ബുക്ക് ചെയ്യാൻ വിളിക്കുന്നവർ ചോദിക്കുന്നത്, നീ എന്നാണ് തങ്ങളെ കൺസൾട്ടിങ് ഉള്ളത്? ഇന്ന് തിങ്കളാഴ്ചയാണ്, ഇന്ന് കൺസൾട്ടിങ് ഉണ്ട് വീട്ടിൽ.
ഇന്ന് കഴിഞ്ഞാൽ ഇനി വരുന്ന ശനിയാഴ്ചയാണ് ഇനി അടുത്ത നോട്ടമുള്ള ദിവസം. ശനിയും തിങ്കളുമാണ് ആഴ്ചയിലെ 2 ദിവസങ്ങളാണ് വീട്ടിൽ കൺസൾട്ടിംഗ് ഉള്ളത്. പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ ബുക്ക് ചെയ്ത് ഇൻഷാ അല്ലാഹ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് ചോദിച്ചറിഞ്ഞ് ഇൻഷാ അല്ലാഹ് വരാൻ ശ്രമിക്കുക. ബുക്ക് ചെയ്യാതെ പല ദൂരെയുള്ള ഭാഗത്തു നിന്ന് വരുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ബുക്ക് ചെയ്ത ആളുകളുടെ നമ്പർ മുകളിലായിട്ടുണ്ടാകും. പിന്നെ വരുന്നവർക്ക് അവരൊക്കെ കഴിഞ്ഞിട്ടേ ഇൻഷാ അല്ലാഹ് സന്ദർശന സമയം അനുവദിക്കുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബുക്ക് ചെയ്ത് വരാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. പല പ്രയാസങ്ങൾ നേരുന്ന വേവലാതികൾ, ഇടങ്ങേറുകൾ, സങ്കട കണ്ണീരുകൾ പറഞ്ഞ് ഈ ഇമ്മരപ്പടിയിലേക്ക് സമീപിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, അവരെ പ്രയാസങ്ങളെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ, അവരെ ഇടങ്ങേറുകളെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ, അവരെ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാ. ഞങ്ങളെ ഉപ്പാപ്പമാരുടെ കാവൽ അവരെ ജീവിതത്തിൽ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. അവിടുത്തെ പാരമ്പര്യ രീതിയിലാണ് ഇവിടുത്തെ കൺസൾട്ടിങ് രീതി. അല്ലാഹു ഇവിടുത്തെ ദറജനെ ഏറ്റി കൊടുക്കണേ അല്ലാ, അല്ലാഹുവെ ദറജനെ ഏറ്റി കൊടുക്കണേ അല്ലാ. ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ് ഈ സയ്യിദിയ മജ്ലിസ്. അവിടുത്തെ പേരക്കിടാവായ ഇന്തോനേഷ്യയിലെ അച്ചീലെ സുമാത്ര ദ്വീപിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ച് കടലുണ്ടി തീരത്തണഞ്ഞ മഹാനായ ഖുതുബ് ഹസൻ ജമലുൽ പാപ്പയുടെ നോട്ടത്തിലും കാവലിലുമാണ് ഈ സയ്യിദിയ മജ്ലിസ്. അല്ലാഹുവേ, അവിടുത്തെ ദറജനെ ഏറ്റി നൽകണേ അല്ലാ, ഏറ്റി ഉയർത്തണേ അല്ലാ, ഏറ്റി ഉയർത്തണേ അല്ലാ. പാപ്പയുടെ കാവൽ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. അല്ലാഹുവേ, അവിടുത്തെ പാരമ്പര്യ രീതിയിലാണ് ചികിത്സാ രീതിയും ശനിയാഴ്ചയും തിങ്കളാഴ്ചയുമുള്ള. അല്ലാഹുവേ, നീ നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ, മജ്ലിസിന് അഭിവൃദ്ധി നൽകണേ അല്ലാ, മജ്ലിസിന് അഭിവൃദ്ധി നൽകണേ അല്ലാ. അവിടുത്തെ ദറജനെ ഏറ്റി നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ് നമുക്ക് മജ്ലിസിലേക്ക് കിടക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് അമലിലേക്ക് കിടക്കാം. എന്താണ് അമല്? എന്താണ് ഇൻഷാ അല്ലാഹ് ഈ രാവിൽ ചൊല്ലേണ്ട ദിക്ർ? ഈ രാവിൽ ചൊല്ലേണ്ട ദിക്ർ നമുക്ക് ഈ രാവിനെ വരവേൽക്കാം. ഈ പുണ്യമാക്കപ്പെട്ട രാവിനെ വരവേറ്റുകൊണ്ട് ചൊല്ലേണ്ട തസ്ബീഹ് ഇൻഷാ അല്ലാഹ് നമുക്ക് ആദ്യം പഠിക്കാം. തസ്ബീഹ്. ഈ പുണ്യമാക്കപ്പെട്ട രാവ് എല്ലാവർക്കും അതിൻ്റെ മഹത്വങ്ങൾ മനസ്സിലായി. ഈ രാവിൻ്റെ മഹത്വം മനസ്സിലായി, ഈ രാവിൻ്റെ ചരിത്രം മനസ്സിലായി. ഇൻഷാ അല്ലാഹ് ഈ രാവിനെ നമുക്ക് വരവേൽക്കാം. ഈ രാവാണ് നമ്മളിലേക്ക് വരുന്നത്. ഇന്നത്തെ രാത്രി, അതായത് മഗ്രിബ് നിസ്കാരത്തിൻ്റെ ശേഷം മഗ്രിബോടുകൂടെ ഇന്നത്തെ മഗ്രിബോടുകൂടെ ഇൻഷാ അല്ലാഹ് ഈ രാവ് നമ്മളിലേക്ക് വരികയാണ്. അപ്പം അതുകൊണ്ട് ഈ രാവിനെ നമുക്ക് വരവേൽക്കാം. എങ്ങനെ? ഇൻഷാ അല്ലാഹ് ഈ തസ്ബീഹോടുകൂടെ, ഈ സ്ക്രീനിൽ കാണുന്ന ഈ തസ്ബീഹോടുകൂടി ഇൻഷാ അല്ലാഹ് രാവിലെ നമുക്ക് വരവേൽക്കാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. എൻ്റെ കൂടെ നിങ്ങൾ ചൊല്ല്, വരവേൽക്കുന്ന മുത്തുമുഅ്മിനീങ്ങളെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമുക്ക് വരവേൽക്കാം. പിന്നീട് നമ്മൾ ചൊല്ലേണ്ട ദിക്ർ, ഹബീബായ തങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഏഴാനാകാശത്ത് നിന്ന് കണ്ട സമയത്ത് ഇബ്രാഹിം നബിയുമായി ധാരാളം സംസാരിച്ച സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത്, നബിയേ, അങ്ങയുടെ ഉമ്മത്തിന് ഞാനൊരു ദിക്ർ പറഞ്ഞു തരാം. അവർക്ക് സ്വർഗമുറപ്പിക്കാൻ, സ്വർഗത്തിലൊരു സീറ്റ് ഉറപ്പിക്കാൻ ഞാനൊരു ദിക്ർ പറഞ്ഞു തരട്ടെ നബിയേ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹബീബായ തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ദിക്ർ, ഈ 3 ദിക്റുകൾ ചേർന്ന ഒരു ദിക്ർ. അതിൻ്റെ കൂടെ ഹബീബായ തങ്ങൾ പറഞ്ഞ സ്വർഗത്തിലൊരു നിധി ഇൻഷാ അല്ലാഹ് ആ ദിക്റും കൂടി ചേർത്ത ഒരു ദിക്റാണ് നമ്മൾ ചൊല്ലേണ്ടത്, പതിവാക്കേണ്ടത്. ഈ ദിവസം, ഈ രാവിൽ നമ്മൾ ധാരാളം ചൊല്ലേണ്ടത്, അധികരിപ്പിക്കേണ്ട ദിക്ർ. ഈ രാവിൽ അധികരിപ്പിക്കേണ്ട ദിക്ർ ഏതാണ് തങ്ങളെ എന്ന് ചോദിക്കുന്നവരോട് ഇൻഷാ അല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹബീബ്
ഹബീബായ തങ്ങളോട് പറഞ്ഞത് സ്വർഗത്തിൽ അങ്ങയുടെ ഉമ്മത്തിന് വേണ്ടി ഉമ്മത്തിനൊരു സീറ്റ് ഉറപ്പിക്കാൻ അങ്ങയുടെ ഉമ്മത്തിനോട് അത് ചൊല്ലാൻ പറയണേ എന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ഈ 4 ദിക്റുകൾ ചേർത്ത ഒരു ദിക്ർ. ഏതാണ് ആ ദിക്ർ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആകാശത്തേക്ക് പോയി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമുമായി ധാരാളം സംസാരിച്ച സമയത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹബീബായ തങ്ങളോട് പറഞ്ഞു, നബിയേ, അങ്ങയുടെ ഉമ്മത്തിന് സ്വർഗ്ഗത്തിലൊരു സീറ്റ് ഉറപ്പിക്കാൻ ഞാനൊരു ദിക്ർ പറഞ്ഞു തരട്ടെ നബിയേ, ഞാനൊരു ദിക്ർ പറഞ്ഞു തരട്ടെ. ഏതാണ് ആ ദിക്ർ? ആ ദിക്ർ എങ്ങാനും ചൊല്ലിയാൽ ഹബീബായ തങ്ങളോടുകൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടുകൂടെ സ്വർഗ്ഗത്തിൽ നിങ്ങൾക്കൊരു സീറ്റ് വേണോ? ഈ രാവിൽ നീ ചൊല്ലിക്കോ, ഈ ദിക്റിനെ പ്രാവർത്തികമാക്കോ. ഈ രാവിലെ ഇൻഷാ അല്ലാഹ് ധാരാളമായി ഈ ദിക്ർ പതിവാക്കിയാൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹബീബായ തങ്ങൾക്ക് പഠിപ്പിച്ച ദിക്റാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പറ്റി ഹബീബായ തങ്ങൾ പറഞ്ഞത്, എൻ്റെ പിതാക്കന്മാരുടെ പിതാവാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം എൻ്റെ പിതാക്കന്മാരുടെ പിതാവാണെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ ദിക്റാണ്. ഹബീബായ തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ദിക്റാണ്. ഏതാണ് ആ ദിക്ർ? 4 ദിക്റുകൾ ചേർന്ന ഒരു ദിക്ർ. 4 ദിക്റുകൾ നമ്മൾ എന്നും ചൊല്ലുന്ന 4 ദിക്റുകൾ കൂടിയുള്ള ഒരു ദിക്റിനെയാണ് ഇന്നത്തെ ഈ രാവിൽ നിങ്ങൾ ദായിമാക്കേണ്ടത്. ധാരാളം നിങ്ങൾ ചൊല്ലേണ്ടത്. ഏതാണ് ആ 4 ദിക്റുകൾ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നൊരു ദിക്റും കൂടി ഹബീബായ തങ്ങൾ പറഞ്ഞ സ്വർഗ്ഗത്തിലെ നിധി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ദിക്റും കൂടി ചേർന്ന 5 ദിക്റുകൾ ചേർന്ന ഒരു ദിക്റാണ്. നമുക്ക് പഠിച്ചൂടെ? നമുക്ക് ചൊല്ലാം. ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങൾ ചൊല്ല്. എൻ്റെ കൂടെ നിങ്ങൾ ഏറ്റു ചൊല്ല്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഇങ്ങനെ ചൊല്ല്. ഒന്നുകൂടെ എൻ്റെ കൂടെ നിങ്ങൾ ഏറ്റുചൊല്ല്. എൻ്റെ ഉമ്മ, എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ, എൻ്റെ ഉമ്മ, എൻ്റെ പെങ്ങളെ, എൻ്റെ സഹോദരി, എൻ്റെ സഹോദര, നിങ്ങൾ ചൊല്ലണേ. എൻ്റെ കൂടെ നിങ്ങൾ ഏറ്റുചൊല്ല്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഈ ദിക്ർ ഇൻഷാ അല്ലാഹ് ധാരാളം ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ലുക. ഈ രാവിൽ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലൊരു സീറ്റ് നിങ്ങൾക്ക് ഉറപ്പാണെന്ന്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇതുവരെ കളവ് പറയാത്ത ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നതാണ്. നമുക്ക് പഠിപ്പിച്ചു തന്ന ദിക്റാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹബീബായ തങ്ങൾക്ക് പഠിപ്പിച്ച ദിക്റാണ്. ചൊല്ലിക്കൂടെ ഇൻഷാ അല്ലാഹ് ദായിമാക്ക്. ഇനി നമുക്ക് സ്വർഗം കൊണ്ട് ചോദിക്കാം. നമുക്ക് ഈ രാവിലെ നമുക്ക് ചോദിക്കാം, അല്ലാഹ് ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണേ അല്ലാഹ് ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാഹ്. ഞങ്ങൾ പാപികളാണ് അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ജീവിതത്തിൽ ധാരാളം തെറ്റുകൾ വന്നു പോയവരാണ് അല്ലാഹ്. നീ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ പുറത്തു നൽകണേ അല്ലാഹ്.
ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാ. ഈ രാവിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണേ അല്ലാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന. 33 പ്രാവശ്യം ഈ രാവിൽ നമ്മൾ ചൊല്ലണം. സ്വർഗം കൊണ്ട് നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കണം, സ്വർഗത്തിന് വേണ്ടി ചോദിക്കണം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വർഗമാണ്. അതുകൊണ്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന ഒരു 33 പ്രാവശ്യം. പിന്നെയോ നരകം കൊണ്ട് നമുക്ക് കാവലിന് ചോദിക്കാം ഒരു 33 പ്രാവശ്യം. അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. അല്ലാഹ് നിന്റെ കത്തിക്കരിയുന്ന ഭീകരമായ നരകം അല്ലാഹ് ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. ഈ 4 ദിക്റുകളാണ് ഇൻഷാ അല്ലാഹ് ഈ രാവിലെ നമുക്ക് വരവേൽക്കാനുള്ള തസ്ബീഹ് നമ്മൾ പറഞ്ഞു. 3 ദിക്റുകൾ ഹബീബായ തങ്ങൾക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം 7ാം ആകാശത്തിൽ നിന്ന് പഠിപ്പിച്ച ദിക്റ്. പിന്നെയോ സ്വർഗം കൊണ്ട് നമുക്ക് ചോദിക്കാൻ, നരകം കൊണ്ട് കാവല് ചോദിക്കാൻ ഉള്ള 2 ദിക്റുകൾ. ഈ ദിക്റിനെ ഈ രാവിലെ നമ്മൾ പതിവാക്കിയാൽ നമുക്ക് ധാരാളം അനുഗ്രഹങ്ങളാണ്, ധാരാളം ശ്രേഷ്ഠതകളാണ്. നമ്മുടെ മുഅ്മിനീങ്ങളെ ഒഴിവാക്കല്ലേ, ഈ രാവിലെ പായാക്കല്ലേ. ഇന്നത്തെ രാവിലെ ഇൻഷാ അല്ലാഹ് നമ്മൾ നിയത്ത് ചെയ്യേണ്ടത് സുന്നത്ത് നോമ്പായതുകൊണ്ട് നാളത്തെ ളുഹർ വരെ ഇൻഷാ അല്ലാഹ് നമുക്ക് നിയത്ത് ചെയ്യാം. എന്താണ് നിയത്ത്? നവൈതു സൗമഅദിൻ അൻ സുന്നത്തി മിഅ്റാജി ലില്ലാഹി തആല. സുന്നത്താക്കപ്പെട്ട ഇസ്റാ മിഅ്റാജിന്റെ സുന്നത്ത് നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി നോൽക്കുവാൻ ഞാൻ കരുതി. ഇതാണ് നിയത്ത്, ഇതാണ് നിയത്ത്. ഈ സ്ക്രീനിൽ കാണുന്നത് പോലെയുള്ള നിയത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്യാം. നാളത്തെ പകല് ഇൻഷാ അല്ലാഹ് നോമ്പനുഷ്ഠിക്കുക, ഒഴിവാക്കണ്ട. ആരോഗ്യമുള്ള ആഫിയത്തുള്ള ആരും ഇതിനെ പായാക്കണ്ട. മുഅ്മിനീങ്ങളെ ചേർത്ത് പിടിക്കുക. അത്രയും പവർഫുള്ളായ രാവിലും പകലിലുമാണ് ഇൻഷാ അല്ലാഹ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളെ നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്. അതുകൊണ്ട് ഞങ്ങളെ പ്രയാസങ്ങളെ നീ മാറ്റി നൽകണേ അല്ലാഹ്. ഞങ്ങളെ ബുദ്ധിമുട്ടുകളെ, ഇടങ്ങേറുകളെ നീ മാറ്റി നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഹബീബായ തങ്ങളോടുകൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടുകൂടെ ഒരു സീറ്റ് സ്വർഗത്തിൽ നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. ഞങ്ങളെ പ്രയാസങ്ങളെ നീ മാറ്റി നൽകണേ അല്ലാഹ്. അല്ലാഹ് ഞങ്ങൾക്ക് ഐശ്വര്യം നൽകണേ അല്ലാഹ്, ബർക്കത്ത് നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ജോലി ഇല്ലാത്തവർ, ജോലിക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, അർഹമുർ റഹീമീനായ അല്ലാഹ് ഖൈറായ ജോലി നീ അടുപ്പിക്കണേ അല്ലാഹ്, ഖൈറായ ജോലി അടുപ്പിക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ്, ഈമാൻ പരിപൂർണമാക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തടം വിയർത്ത് പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്, എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്, എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് ഭർത്താക്കന്മാരുടെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ വസിയത്തുകൾ ചെയ്ത ഭാര്യമാരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാഹ്, അവരെ ജോലിയിൽ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. ജോലി ഇല്ലാത്തവർക്ക് ഹൈറായ ജോലി നീ അടുപ്പിക്കണേ അല്ലാഹ്. മക്കളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാഹ്. വീടിനും നാട്ടിനും നാട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല പൊന്നു മക്കളാക്കണേ അല്ലാഹ്, നല്ല പൊന്നു മക്കളാക്കണേ അല്ലാഹ്.
നല്ല പൊന്നു മക്കളാക്കണേ അല്ലാ. ലഹരിക്ക് അടിമപ്പെടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റല്ല അല്ലാ, ഞങ്ങളെ മക്കളെ മാറ്റല്ല അല്ലാ. ഇത് ഇന്ന് നാടുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് വലിയ പ്രയാസകരമായുള്ള വാർത്തകളാണ് അല്ലാ. അത്തരം പ്രയാസങ്ങളിൽ ഞങ്ങളെ മക്കളെ ചേർക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നന്നാക്കണേ അല്ലാ, സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാ, അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാ. വിവാഹ തടസ്സങ്ങൾ അനുഭവപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അല്ലാഹുവേ, ഹൈറായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ. ജോലി പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഹൈറായ ജോലി നീ അടുപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ നീ കൊയക്കല്ലേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് പരാജയം നൽകല്ലേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് പരാജയം നൽകല്ലേ അല്ലാ. നീ വിജയം നീ നൽകണേ അല്ലാ, നീ വിജയം നൽകണേ അല്ലാ. ഈ സയ്യിദിയ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്നവരുണ്ട് അല്ലാ. ഇതിൻ്റെ ഹാദിമീങ്ങളുണ്ട് അല്ലാ, ഇതിൻ്റെ സേവകരുണ്ട് അല്ലാ, ഇതിൻ്റെ വാഹകരുണ്ട് അല്ലാ, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവരുണ്ട് അല്ലാ. നീ ഉയർത്തണേ അല്ലാ, അഭിവൃദ്ധി നൽകണേ അല്ലാ, പ്രയാസങ്ങൾ നീ നൽകണേ അല്ലാ. ഖൈറിൻ്റെ കവാടങ്ങൾ അവർക്ക് നീ തുറന്നിട്ട് കൊടുക്കണേ അല്ലാ. ശർറിൻ്റെ കവാടങ്ങൾ നീ കൊട്ടിയടക്കണേ അല്ലാ, നീ കൊട്ടിയടക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് പരാജയം കൊടുക്കല്ലേ അല്ലാ. അവരെ സ്നേഹിക്കുന്നത് ഇൽമിൻ്റെ മജ്ലിസാണ് അല്ലാ, ഇൽമു പറയുന്ന വേദിയാണ് അല്ലാ. നീ ഉയർത്തണേ അല്ലാ, നീ ഉയർത്തണേ അല്ലാ, നീ അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ. ഞങ്ങൾ ധാരാളം ആളുകൾ രോഗികളാണ് അല്ലാ, രോഗശമനം നീ നൽകണേ അല്ലാ. ആജിലായ കാമിലായ ശിഫ അവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, സ്റ്റോക്കും ബ്ലോക്കും ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, ഷുഗർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, പ്രഷർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഇത്തരം നിത്യാസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ധാരാളം ആളുകൾ, ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അവരെ രോഗങ്ങൾ നിനക്കറിയാമല്ല തമ്പുരാനെ, നീ ശിഫാ നൽകണേ അല്ലാ. നീയാണ് ശാഫിഉ തമ്പുരാനെ, നീ ശിഫാ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ശരീരം മൊത്തം നീ കൊയക്കല്ലേ അല്ലാ. ഒരു ഭാഗം കുഴങ്ങി മൂത്രത്തിന് പൈപ്പിട്ട് ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അവസ്ഥ, രോഗം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഈ ഉമ്മയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു, ഈ ഉപ്പയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു. മക്കൾ പറയുന്ന അവസ്ഥയിൽ ഞങ്ങളെ കെടുത്തല്ലേ അല്ലാ, ഞങ്ങളെ കെടുത്തല്ലേ അല്ലാ. അത്തരം രോഗങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. മരണം ഹൈറാകുന്ന സമയത്ത് നല്ലവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലിപ്പറഞ്ഞ് മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ, ഞങ്ങളെ ചേർക്കണേ അല്ലാ, ഞങ്ങളെ ചേർക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് പ്രയാസം നൽകല്ലേ അല്ലാ, ബുദ്ധിമുട്ട് നൽകല്ലേ അല്ലാ, ഇടങ്ങേറുകൾ നൽകല്ലേ അല്ലാ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഒരു മസ്കൻ, ഒരു ഭവനം ഞങ്ങൾക്കില്ല തങ്ങളെ, അതിനുള്ള സമ്പത്തില്ല, ഭൂമിയിൽ കോട്ടേഴ്സിലാണ്, വാടക കൊടുത്ത് കുടുങ്ങി മടുത്തു തങ്ങളെ എന്ന് സങ്കടം പറയുന്നവരുണ്ട് അല്ലാ. ഹൈറായ ഒരു ഭവനം നീ അവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ, ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാ. പച്ചമണ്ണിൽ കുറ്റിയടിച്ച് കല്ലിട്ട് കട്ടില വെച്ച് എൻ്റെ കീശയും മേശയും കലിയാണ് തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ. അല്ലാഹു, എത്രയും പെട്ടെന്ന് നീ പൂവണീച്ചു കൊടുക്കണേ അല്ലാ. നിന്റെ ഖജനാ വിശാലമാണല്ലോ അല്ലാ, അതിൽ നിന്ന് നീ കൊടുക്കണേ അല്ലാ, അതിൽ നിന്ന് നീ കൊടുക്കണേ അല്ലാ. സമ്പത്തിന്റെ ഉറവിടത്തിൽ നീ വിശാല നൽകണേ അല്ലാ, സമ്പത്തിന്റെ ഉറവിടത്തിൽ വിശാല നൽകണേ തമ്പുരാനെ. കടമാണ് തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്, ധാരാളം ആളുകൾ പറഞ്ഞവരുണ്ട് അല്ലാ. കടം വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണം അല്ലാ. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ. കടം തന്ന് ഞങ്ങളെ മൗത്താക്കല്ലേ അല്ലാ, കടം തന്ന്
ഞങ്ങളെ മൗത്താക്കല്ലോ ഞങ്ങളെ കണ്ണടയുന്നതിന് മുമ്പ് കടങ്ങൾ വീട്ടാനുള്ള മാർഗം അല്ലാ നീ എളുപ്പമാക്കണേ അല്ലാ നീ എളുപ്പമാക്കണേ തമ്പുരാനെ അർഹമുർ റഹീമീനായ അല്ലാഹ് ദുനിയാവിലുള്ള സകലമായ ആളുകൾ ഞങ്ങളെ വെറുത്താൽ ആ വെറുപ്പ് കൊണ്ട് ഞങ്ങൾക്കൊരു കോട്ടവുമില്ല അല്ലാഹ് നീ ഞങ്ങളെ വെറുക്കല്ലേ അല്ലാഹ് നീ ഞങ്ങളെ ഒറ്റപ്പെടുത്തല്ലേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾക്ക് പ്രയാസം നൽകല്ലേ അല്ലാഹ് ഞങ്ങൾക്ക് നീ മാനക്കേടുകൾ നൽകല്ലേ അല്ലാഹ് അല്ലാഹുവേ നീ ഇസ്സത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ് അഭിമാനം നൽകണേ അല്ലാഹ് ഇസ്സത്ത് നൽകണേ അല്ലാഹ് ദുനിയാവിലുള്ള സകലമായ ആളുകൾ ഞങ്ങളെ ഇഷ്ടം വെച്ചാൽ ആ ഇഷ്ടം കൊണ്ട് ഞങ്ങൾക്കൊരു നേട്ടവുമില്ല അല്ലാഹ് നീ ഞങ്ങളെ ഇഷ്ടം വെക്കണേ അല്ലാഹ് നീ ഞങ്ങളെ സ്നേഹിക്കണേ അല്ലാഹ് നീ ഞങ്ങളെ സ്വീകരിക്കണേ തമ്പുരാനെ അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാഹ് ആക്സിഡന്റ് അപകട മരണങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ് നടു റോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ അല്ലാഹ് കീറി മുറിക്കേണ്ട അവസ്ഥ വെട്ടിപ്പൊളിക്കേണ്ട അവസ്ഥ അല്ലാഹുവേ ഞങ്ങളുടെ ശരീരത്തിൽ നീ നൽകല്ലേ അല്ലാഹ് ഞങ്ങളെ സ്നേഹിക്കുന്നവരുടെ ശരീരത്തിൽ നൽകല്ലേ അല്ലാഹ് അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങളെ മക്കളുടെ ശരീരത്തിൽ നീ നൽകല്ലേ അല്ലാഹ് ധാരാളം പ്രവാസികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ് എൻ്റെ പ്രവാസികളെ നീ കൊയക്കല്ലേ അല്ലാഹ് ഞങ്ങളെ മജ്‌ലിസിനെ സ്നേഹിക്കുന്നവര് സഹായിക്കുന്നവര് സഹകരിക്കുന്നവരുണ്ട് അല്ലാഹ് നീ അവരെ ഉയർത്തണേ അല്ലാഹ് അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ് അവരെ ജോലിയിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ് അവരെ ജോലിയിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ് അവരെ ബിസിനസ്സിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ് അവരെ ബിസിനസ് സ്ഥാപനങ്ങളിൽ നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ് ബർക്കത്ത് ഏറ്റി കൊടുക്കണേ അല്ലാഹ് അല്ലാഹുവേ പ്രവാസ ജീവിതം പ്രയാസകരമാക്കല്ലോ അല്ലാഹ് പ്രവാസ ജീവിതം പ്രയാസകരമാക്കല്ലോ അല്ലാഹ് തനാസുൽ റെഡിയായിട്ടില്ല ഇഖാമ ശരിയായിട്ടില്ല അല്ലാഹ് കഫീലിന്റെ പ്രയാസങ്ങൾ പറയുന്നവർ അല്ലാഹുവേ എല്ലാ പ്രയാസങ്ങളും നീ പരിഹരിക്കണേ അല്ലാഹ് നീ പരിഹരിക്കണേ അല്ലാഹ് അവിടുന്ന് മരണപ്പെട്ട് പെട്ടിയിലാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരവസ്ഥ എൻ്റെ പ്രവാസികൾക്ക് നീ കൊടുക്കല്ലോ അല്ലാഹ് ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു പ്രവാസിക്ക് മാത്രം അവസ്ഥകൾ നീ കൊടുക്കല്ലോ അല്ലാഹ് നീ കൊടുക്കല്ലോ അല്ലാഹ് നീ കൊടുക്കല്ലോ തമ്പുരാനെ എൻ്റെ ദ്വീപിലുള്ള എൻ്റെ സഹോദരി സഹോദരന്മാര് ഞങ്ങൾ അതിലൊറ്റ സ്നേഹിക്കുന്നവരാണ് അല്ലാഹ് നീ അവരെ കാത്തോളണേ അല്ലാഹ് നീ അവർക്ക് കാവൽ കൊടുക്കണേ അല്ലാഹ് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഈ മരപ്പടിയിൽ വന്ന സങ്കടങ്ങള് നീറുന്ന പ്രയാസങ്ങള് വേവലാതികള് പൈശാചികമായ ഉപദ്രവങ്ങൾ പറയുന്നവരുണ്ട് അല്ലാഹ് അവരെ പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ് അവർക്ക് റാഹത്തേകണേ അല്ലാഹ് അവർക്ക് ബർക്കത്തേകണേ അല്ലാഹ് അവരെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നീ മാറ്റി അവർക്ക് റാഹത്തിലാക്കണേ അല്ലാഹ് അവരെ മനസ്സമാധാനം അവർക്ക് കൊടുക്കണേ അല്ലാഹ് സമാധാനം കൊടുക്കണേ അല്ലാഹ് നീ ഞങ്ങളെ കാത്തോളണേ അല്ലാഹ് നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ തമ്പുരാനെ ഞങ്ങൾ ധാരാളം ആളുകൾ മൗത്തായി പോയി അല്ലാഹ് ഈ സയ്യിദിയ മജ്‌ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചവര് ഇന്ന് 6 അടി മണ്ണിലാണ് അല്ലാഹ് അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ് അവരെ ഖബറിടം നിറാഹത്തിലാക്കണേ അല്ലാഹ് അവരെല്ലാം ആഗ്രഹിക്കുന്നത് അല്ലാഹ് ഞങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ മജ്‌ലിസ് കാണുന്നവർ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ മജ്‌ലിസിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കൈ ഉയർത്തുമെന്നാണ് അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണേ അല്ലാഹ് മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹുവേ ഞങ്ങൾക്ക് ദീർഘായുസ് നൽകണേ അല്ലാഹ് ആഫിയത്ത് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ് ആരോഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ അർഹമുർ റഹീമീനായ അല്ലാഹ് 10 മാസം നൊന്തു പ്രസവിച്ച് മാറോടണച്ച് അമ്മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാഹ് ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി തീർന്നതുപോലെ ഒരുകി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാഹ് ഉപ്പാക്കും ഉമ്മാക്കും നീ പൊറുക്കണേ അല്ലാഹ് അവർ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ് ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ അല്ലാഹ് തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം അവർ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണേ അല്ലാഹ് ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മൗത്താകുമല്ലോ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ് ഈമാൻ പരിപൂർണമാക്കണേ അല്ലാഹ് ഈമാൻ പരിപൂർണമാക്കണേ തമ്പുരാനെ
നിന്റെ സ്വർഗ്ഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാഹ്. നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. കത്തിക്കരിയുന്ന ഭീകരമായ നരകം അല്ലാഹ് ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാഹ്. നീ ഹറാമാക്കണേ അല്ലാഹ്. ബിസ്മില്ലാഹിൽ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരിൽ ശൈത്താൻ വമിൻ ളുൽമിസ് സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മളെപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ മജ്ലിസ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പോസ്റ്റർ കാണാം. നമ്മുടെ സയ്യിദിയ മജ്ലിസിൻ്റെ കീഴിൽ എൻ്റെ നേതൃത്വത്തിൽ ഇരു ഹറമകളിലേക്ക് ഉംറ സർവീസ് ഇൻഷാ നടത്തുന്നുണ്ട്. ആഗ്രഹിക്കുന്ന ആളുകൾ എല്ലാവരും ആഗ്രഹിച്ച് മനസ്സിൽ അതിരറ്റു പുതിയായി നടക്കുന്നവരാണ്. നമ്മളെ കമൻറ്റ് ബോക്സിൽ തന്നെ ധാരാളം ആളുകൾ അറിയിക്കുന്നുണ്ട്, വിളിച്ചറിയിക്കുന്നവർ, മെസ്സേജുകൾ അയച്ചറിയിക്കുന്നവർ. ആഗ്രഹിക്കുന്ന ആളുകൾ ആ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി സീറ്റുകൾ ബുക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക. ആ പുണ്യമാക്കപ്പെട്ട ഭൂമിയിലൊന്ന് ചെല്ലാനും മഖ്ബൂലും മബ്റൂറും മർളിയുമായ ഉംറയും സിയാറത്തും നിർവഹിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് അനുഗ്രഹിക്കണേ അല്ലാഹ്. നീ തൗഫീഖ് അനുഗ്രഹിക്കണേ തമ്പുരാൻ.